ആ എന്ത് പറയാൻ, ഞാൻ അങ്ങോട്ട് ആകെ ഇല്ലാണ്ടായി പോയി ചേട്ടാ. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂലെന്ന് എനിക്ക് അറിയാമായിരുന്നടി. അങ്ങനെ പറയല്ലേ ചേട്ടാ, ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അവളുടെ വീട്ടിൽ പോയത്. ചെന്നപ്പോ മുതലെല്ലാം വളരെ വളരെ കറക്റ്റായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തു പറ്റിയെന്നറിയില്ല, ഞാൻ ചേട്ടനെ വിളിച്ചില്ലേ, അന്നേരം ഞാൻ പുറത്ത് കുറേ ദൂരെ പോയി നിന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ തുടങ്ങി അവളുടെ മുഖത്തിന് ഭാവവ്യത്യാസം എനിക്ക് തോന്നിയത്. എന്നാ നീ സംസാരിച്ചതേ അവള് കേട്ടിട്ടുണ്ടാവും, അല്ലാതെ അവളുടെ മുഖം മാറാൻ സാധ്യതയില്ല. ആ ഇവിടെ സുലുമോള് അത് തന്നെ പറയായിരുന്നു. എന്നാ പിന്നെ ഇനി ഒന്നും ചെയ്യാൻ നിക്കണ്ട. ചിലപ്പോ അവളെ നമ്മളെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തും. അത് ചെയ്യാൻ അവൾക്ക് മടി കാണൂല. ആ അത് ശരിയാണ് ചേട്ടാ. അവസാനം അവൾ എന്നോട് അത് പറയുകയും ചെയ്ത്. ഇനി നമുക്കേ ആകെ ഒരു മകനുള്ളൂ നിങ്ങൾ വിചാരിച്ചാ മതി ചേട്ടാ. അവളുടെ കാര്യം അങ്ങോട്ട് വിട്ടുകളാ. ആ എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് വർക്കുണ്ട് ഇവിടെ. വെച്ചോ. ആ അച്ഛന് വല്ലാതെ സങ്കടായി പോയി തോന്നണു മോളെ. എന്ത് അവിടെ കൊണ്ടുപോയി കൂടോത്രം ചെയ്ത് വെക്കാൻ പറ്റാത്തോണ്ടാണ് അമ്മേ? ആ അത് മാത്രല്ല, അവള് ഇറങ്ങാൻ നിന്നപ്പോ എന്നെ കണ്ടമാനം ചീത്ത വിളിച്ച് അവളുടെ അച്ഛനെയും വിളിച്ച്. അതൊക്കെ ഞാൻ വള്ളി പുള്ളി തെറ്റാതെ അച്ഛനോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കണം എന്നോട്, നമ്മുടെ മോൾ അങ്ങനെയൊക്കെ പറയൂടിന്ന്. ഇപ്പോഴും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളാ. പിന്നെ കൂടോത്രം ചെയ്ത് വെക്കാൻ പോയിട്ട് അവളത് കണ്ടുപിടിച്ചപ്പോ അവക്കായി കുറ്റം. കൊണ്ടുപോയി വെച്ച അമ്മ കുലസ്ത്രീ കൊള്ളാം. എന്നാലും അവളത് കണ്ടുപിടിച്ചപ്പോ എനിക്ക് അയ്യടാന്നായിപ്പോയി മോളെ. അമ്മ ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ള പരിപാടി ചെയ്യണത്? അത് 2-3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്നെക്കാൾ വലുതായിട്ട് എൻ്റെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ വളർന്നു തോന്നുമ്പോൾ ഞാൻ ഇതേപോലെ ചെറിയൊരു കൂടോത്രമൊക്കെ ചെയ്ത് അവരുടെ വീട്ടിൽ കൊണ്ടുവെക്കും. പക്ഷെ ഇതുവരെ ആരും പിടിച്ചിട്ടില്ല. മോളെ ഇതാരോടും പറയരുതിട്ടാ, മോളായതുകൊണ്ട് ഞാൻ പറയണേണേ. അപ്പൊ ഇവരെ വെറുപ്പിക്കാൻ പറ്റില്ല, വെറുപ്പിച്ചാൽ ഇവർ ഇതുപോലെ എന്നോടും ചെയ്യൂന്ന് അർത്ഥം. ഇനിയിപ്പോ ഒന്നിനും നിക്കണ്ടെന്നാണ് അച്ഛൻ പറയണത്. അച്ഛൻ പറഞ്ഞാൽ പിന്നെ വേറെ വാക്കില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മോളില്ല ഞങ്ങൾ വിചാരിക്കാം, അവിടെ മറന്നേക്കാം, അത് തന്നെ ചെയ്യാം. ചേച്ചി ചേച്ചി നീയാ? എന്താടി? ചേച്ചിയുടെ മോള്, എന്റെ മോളീന്ന് വീണാ? അതല്ല, അവന്റെ തള്ള മോളീന്ന് തള്ളിയിട്ട് കൊന്നാ? മോളീനെ വിളിച്ചൊരു കാര്യം പറഞ്ഞെന്ന്. ഓ ഞാൻ പേടിച്ചു പോയി. എന്ത് കാര്യം? ഞാൻ കൂടോത്രം വെക്കാൻ അവിടെ ചെന്നാണാ? കൂടോത്രോ? അതൊന്നുമല്ല, അവർക്ക് 2 പേർക്കേ, ചേച്ചിയുടെ മോക്കും മരുമോനും ഗവൺമെന്റ് ജോലി കിട്ടിയെന്ന്. 2 പേർക്കും ഒരുമിച്ചാ? അന്നേ അവനെ എക്സൈസ് ഓഫീസറായിട്ടും അവക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലും. ഇതൊക്കെ ഇപ്പോ ഞാൻ 2 ദിവസം മുന്നേ അവളുടെ വീട്ടിൽ പോയിട്ട് വന്നോളല്ല. 2 ദിവസം മുന്നേ അവർക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ വന്നെന്നാണ് പറയാൻ കേട്ടത്. ഇനി അമ്മ അവിടെ കൊണ്ടുവച്ചത് ജോലി കിട്ടാനുള്ള കൂടോത്രത്തിന്റെ പൊതിയാണെന്നാവോ? ചേച്ചി അപ്പൊ കൂടോത്ര പൊതിയും കൊണ്ട് അങ്ങോട്ട് പോയല്ലേ? വെറുതെ അല്ല സുരേഷ് തന്ത്രികളുടെ നമ്പർ ഉണ്ടാന്ന് ചോദിച്ചു ഒരു ദിവസം വിളിച്ചതല്ലേ? അതെന്റെ ഐഡിയ അല്ല, ചേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ട്, അത്രേ ഉള്ളൂ. പുള്ളിയുടെ മന്ത്രമൊന്നേ പണ്ടത്തെ പോലെ ഏക്കുന്നില്ലെന്നേ. ആരാണ് രാധ ആരോ പറയണ്ടായിരുന്നു ചെയ്തിട്ട് ഓപ്പോസിറ്റ് ബലോണ് കിട്ടിയെന്ന്. അപ്പൊ അത് തന്നെ നേരെ തിരിച്ച് ബലം കിട്ടിയാണമ്മേ. എന്നാലും 2 പേർക്ക് എങ്ങനെ ഒരുമിച്ച് ജോലി കിട്ടിയെന്നാ ഞാൻ ആലോചിക്കണേ. ഇതവരുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയാണ് ചേച്ചി. എന്നാ നിങ്ങളൊന്ന് സൂക്ഷിച്ചോട്ടാ. അവർക്ക് ജോലി കിട്ടിയാൽ ഞങ്ങൾ എന്തിനാണ് സൂക്ഷിക്കേണ്ടത്? അത് തന്നെ, അവക്ക് ജോലി കിട്ടിയാൽ ഞങ്ങൾ എന്തിനാ സൂക്ഷിക്കണേറ്റേ? എടി മോളെ, നിന്റെ ഭർത്താവ്, അതായത് ചേച്ചിയുടെ മോൻ, അവൻ മിലിറ്ററിയിലല്ലേ. അവിടെ നിന്ന് കിട്ടുന്ന കുപ്പികൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മറച്ച് വിൽക്കണം എന്നുള്ള കാര്യമൊക്കെ എനിക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പം അങ്ങനെയുള്ളവരൊക്കെ എക്സൈസുകാരെ പേടിക്കണം. അയ്യോ, ഒരു ചെറിയ റൈഡ് മതി, അതോടൊരു ജോലി പോവാനും വീട്ടിലിരിക്കാനും സാധ്യത കാണുന്നുണ്ട്. പിന്നെ ചേച്ചിയുടെ ഭർത്താവിന് 2 ഹോട്ടലില്ലേ, അവിടെ വിളമ്പണ ഭക്ഷണം അത്ര നല്ലൊന്നല്ലെന്നും പഴയതാന്നൊക്കെ ഒരു പരക്കെ സംസാരമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഹെൽത്തുകാരെയും പേടിക്കണം. ശരിയാണല്ലോ അമ്മേ,
അവക്ക് നമ്മളോടുള്ള ദേഷ്യത്തിന് നമുക്ക് പണി തരുമോ? ഏയ്, അവൾ അങ്ങനെ ഒന്നും ചെയ്യൂലായിരിക്കും സുലുമോളെ. പറയാൻ പറ്റൂല. ഇപ്പൊ ജോലിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ചിലപ്പോ ചെയ്യാമ്മേ. പിന്നെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മ കൂടോത്രം കൊണ്ട് അങ്ങോട്ട് പോയി അവിടെ വെക്കുകയും ചെയ്ത് അവള് പിടിക്കുകയും ചെയ്ത്. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചേച്ചിയോടും ചേട്ടനോടും ദേഷ്യം ഉണ്ടാവും. എന്റെ ദൈവമേ, അവക്ക് നമ്മളോട് അത്രയും ദേഷ്യമൊക്കെ ഉണ്ടാവുമോ? ഇപ്പാണെങ്കിൽ സകലമാന ബിസിനസ്സും തകർച്ചയിലാണ്. ആ 2 ഹോട്ടലിൽ നിന്നിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിക്കണതേ. അപ്പൊ അതും കൂടി പോയാലാ? എന്റെ പൊന്നിടാവേ, ആ നാക്ക് വളച്ചൊന്നും പറയാതിരി. ഞാനൊന്നും പറയണില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇനി. ഇനിയിപ്പൊ എന്താണടി ചെയ്യാ? എന്ത് ചെയ്യാൻ? ഉള്ള കവള ചെയ്തോളും. വല്ല ആവശ്യമുണ്ട് കൂടോത്രവും കുടച്ചക്രവും ഒക്കെ വെക്കാൻ പോണത്. അതിന് മുന്നേ എന്നോടൊരു വാക്ക് വെച്ചിട്ട് ഞാൻ ചേച്ചിയോട് പറയില്ലേ വേണ്ടാന്ന്. വേറെ എന്തൊക്കെ നല്ല മാർഗങ്ങളുണ്ട് അവളുടെ ജോലി കിട്ടാതിരിക്കാനൊക്കെ. ഇനിയിപ്പോ ആ 2 ഹോട്ടലും ചേച്ചിയുടെ പേരിലല്ലേ? അപ്പൊ എന്തെങ്കിലും കേസൊക്കെ വന്നാ ചേച്ചി ജയിലിൽ പോകേണ്ടി വരുമല്ലേ? ജയിലിലൊക്കെ കിടക്കാൻ പഠിക്ക്. എന്റെ പൊന്നടി, നീ പറഞ്ഞു പേടിപ്പിക്കില്ല ഞങ്ങളാ. അയ്യോ, പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജയിലിൽ പോയാലും നല്ല ശമ്പളമാണ് ഒരു ദിവസം എന്നൊക്കെ പറയണ്ടായിരുന്നേ. ഒന്ന് പോയേടി മനുഷ്യനെ പ്രാന്തളക്കാനായിട്ട്. ചിറ്റ പറഞ്ഞ നേരാണ്ടമ്മേ, അച്ഛനും അമ്മയൊക്കെ ഒന്ന് സൂക്ഷിക്കണം, നല്ലാണ്. അത് തന്നെ, മരുമോക്ക് വിവരമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. അമ്മേ, ഞാൻ അമ്മനോടൊരു കാര്യം പറയട്ടെ. അവക്ക് ജോലി ഇപ്പൊ കിട്ടിയായിരുന്നു നമ്മൾ അറിഞ്ഞ ഭാവം നടിക്കണ്ട. നമുക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ചു വരത്താം. അന്നത്തെ കാര്യത്തിൽ അമ്മ വിളിച്ച് സോറിയൊക്കെ പറഞ്ഞാൽ മതി, എനിക്കൊരു അബദ്ധം പറ്റിയാന്നൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ആ ചേട്ടന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം, അച്ഛനെ അമ്മ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി. നമുക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുതിയിലാക്കാന്നേ. അച്ഛൻ സമ്മതിക്കും തോന്നണില്ല മോളെ. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ലമ്മേ, അച്ഛനിവിടെ ഇല്ലല്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല. എന്തായാലും അച്ഛൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അപ്പൊ അച്ഛന് മനസ്സിലാവും, അതെനിക്ക് ഉറപ്പാ. ചേച്ചിയേ, മരുമോള് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടാ. ഇപ്പൊ ജോലി കിട്ടിയായിരുന്നു നമ്മൾ അറിഞ്ഞെന്ന് ഭാവം നടിക്കണ്ട. അല്ലാതെ വിളിച്ച് സോൾവ് ചെയ്യാൻ വിളിക്കണം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിക്കാം. എന്നിട്ട് പിന്നെ ജോലി കിട്ടി കഴിയുമ്പോ നമുക്കത് ഗുണമുള്ള. അവള് പിന്നെ സ്നേഹനിധിയായ അമ്മ അച്ഛനും അല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണെന്ന് അവൾ ആലോചിക്കും. അപ്പൊ പിന്നെ അങ്ങനെ ഒന്നും നടക്കൂല. നമുക്ക് പഴയ പോലെ തന്നെ ഹോട്ടലും ആക്കിയിട്ട് അതുപോലെ തന്നെ കുപ്പിയും വിറ്റ് ജീവിക്കാം. എന്നാലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അങ്ങോട്ട് വിളിക്കും. അമ്മേ, ഒരു പണിയുണ്ട്. അമ്മയുടെ 60-ാം പിറന്നാൾ വരാൻ പോവല്ലേ, അപ്പൊ അതും പറഞ്ഞ് അവൾ ഇങ്ങോട്ട് വിളിച്ചാലാ? അത് നല്ല കാര്യമാണ് ചേച്ചി. എന്നാ പിന്നെ അത് തന്നെ പറഞ്ഞ് വിളിക്കാല്ലേടി അല്ലേ? അത് തന്നെ. എന്നാ പിന്നെ 60-ാം പിറന്നാളിന് കാണാം. പോട്ടേച്ചി, ശരിയേ, എന്നെ വിളിക്കണോട്ടാ. ശരി ശരി. അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചാലേ ചിലപ്പോൾ അവൾ എടുക്കൂല. എൻ്റെ ഫോണിൽ നിന്ന് വിളിക്ക്. തഞ്ചത്തിലും മയത്തിലൊക്കെ ഒന്ന് സംസാരിച്ച് കുപ്പിയിലോക്ക് അവൾ വീഴും, എനിക്ക് ഉറപ്പാണ്. ഒരു പണി ചെയ്യാടി മോളെ, ഒരു ദിവസം അവളോടൊന്ന് വരാൻ പറയാം, അവനെയും കൂട്ടി ഒന്ന് സോപ്പൊക്കെ ഇട്ട് ഭക്ഷണവും കൊടുക്കാം. 60-ാം പിറന്നാളിൻ്റെ കാര്യം പറയാം. അപ്പോൾ വരും എല്ലാവരും കൂടി. അല്ലാതെ പെട്ടെന്ന് 60-ാം പിറന്നാൾ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ അവൾ വരുമോ? ഇതൊരു ദിവസം അവളെ നമ്മളെല്ലാം ക്ഷമിച്ചെന്നുള്ള രീതിയിൽ വിളിപ്പിക്കുക, അതായിരിക്കും നല്ലത്. എല്ലാം അമ്മയുടെ ഇഷ്ടം. അവൾ എന്താണമ്മേ വരാൻ വൈകണത്? ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് വേണ്ടേ മോളെ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വരാൻ, അതായിരിക്കും താമസിക്കണത്. ഞാനേ അവനെയും കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കൊച്ചിനെ കൊണ്ടുവരാൻ ഞാൻ പറയാൻ വിട്ടുപോയി. കൊച്ചിന്റെ കാര്യമല്ലേ അമ്മ ആദ്യം പറയേണ്ടത്. ഇതിപ്പോ മനസ്സിലായിട്ടുണ്ടാവും അവക്ക് ജോലി കിട്ടിയോണ്ടാണ് നമ്മൾ അടുത്തോട്ട് കൂടുന്നതെന്ന്. കൊച്ചിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊച്ചിനെ ആദ്യം വശത്താക്കായിരുന്നു. ഒരു പണി ചെയ്യാം, ഇന്നെന്തായാലും ബർത്ത്ഡേയുടെ കാര്യമൊക്കെ സംസാരിക്കാനും പിന്നെ ഒന്ന് കാണാനും ഒക്കെ അല്ലേ വരാൻ പറഞ്ഞേക്കണത്. നമുക്കൊരു ദിവസം ഈ 60-ാം പിറന്നാൾ വിളിക്കാൻ അങ്ങോട്ട് പോവാം. അപ്പൊ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ആ കൊച്ചിനെ അങ്ങോട്ട് വശത്താക്കാം. അവള് കൊച്ചിനെ ഇട്ടേച്ചും പോരോന്നാവോ? എന്തോ കരിഞ്ഞ മണമ്മനുണ്ടല്ല. അമ്മ ഇവിടെ ഇരിക്കേ, ഞാൻ നോക്കിയിട്ട് വരാം. വാ അമ്മ. അവര് വന്നല്ല.
അവനെയും കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇത്തള്ളനെയും കൊണ്ടാണല്ലോ വന്നേക്കണത്. ഏട്ടന് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് അമ്മനെയും കൂട്ടി വന്നത്. അതിനെന്താ മോളെ, ഞാൻ വിളിച്ചപ്പേ അമ്മനെയും കൊണ്ടുവന്നെന്ന് പറയണമെന്ന് ഓർത്താണ്, പിന്നെ അങ്ങോട്ട് വിട്ടുപോയി. മോളെ ഓർത്ത് ചെയ്തല്ല, അത് മതി. അല്ല മോളെ, എന്തു പറ്റി കൊച്ചിനെ കൊണ്ടുവരാഞ്ഞത്? അത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയാ. അപ്പൊ ചേട്ടനും കൊച്ചും കൂടി അങ്ങോട്ട് പോയി. ഓ, അമ്മായിയമ്മയുടെ ബർത്ത്ഡേ പാർട്ടിനെ പറ്റിയൊക്കെ തീരുമാനം എടുക്കണേക്കാളും വലുതാണ് കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ. അമ്മായിയമ്മ ഇപ്പൊ ഉണ്ടായതല്ലേ, കൂട്ടുകാരൻ പണ്ടേ ഉള്ളതാ. അവിടെ തന്നെ നിന്ന് സംസാരിക്കാതെ രണ്ടുപേരും കേറി വാ വാ. മോളെ, മോക്ക് സുഖല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കണ്. ഇനി സുഖമായിട്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടാവൂലെങ്കിൽ വേണമെങ്കിൽ മാറ്റി പറയാട്ടാ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്താലോ അമ്മ, അല്ലേ? എന്താ മോളെ ഇങ്ങനെയാണ് അമ്മനോടൊക്കെ സംസാരിക്കണേ? അമ്മ എല്ലാം മറന്ന് നമ്മളിങ്ങോട്ട് വിളിച്ചല്ലേ, അപ്പം അങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടാ. ഇതൊക്കെ മോളുടെ തമാശയല്ലേ ചേച്ചി, കുഴപ്പമില്ല. എനിക്കൊക്കെ ഇത് ശീലാക്കണം. അമ്മയുടെ സ്വഭാവം അങ്ങനെയല്ലേ മോളെ. ഹലോ, നല്ല അടിപൊളി വീടാണല്ല. മോളെപ്പോഴും ഈ വീടിനെ പറ്റിയൊക്കെ പറയുമ്പേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടാ. അയ്യോ, കൊറേ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. മോളുടെയൊക്കെ ചെറുപ്പത്തിലെ ഫോട്ടോ ഇരിക്കുമല്ലേ? ഓ, ആദ്യമായിട്ടാണ് തോന്നുന്നത് തള്ള നല്ലൊരു വീടൊക്കെ കാണുന്നത്. അമ്മേ, ചെമ്മീൻ റോസ്റ്റ് കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടാ. വേറെ ടേസ്റ്റ് കുറവൊന്നുമില്ല, ഇത്തിരി പുകച്ച മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് കൊടുക്കാനല്ലേ, അതൊക്കെ മതി അല്ലേ അമ്മേ? പിന്നെയാണെങ്കിൽ ചില്ലി ചിക്കൻ ഇന്നലെ കൊണ്ടുവന്നതല്ലേ, അത് ഇത്തിരി വളിച്ചിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, അവർക്ക് ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് അറിഞ്ഞൂടായിരിക്കുമല്ല. അപ്പം ഇതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് വിചാരിച്ച് കഴിച്ചോളൂ. മോളെ, അതിന് നമ്മുടെ ഹോട്ടലിൽ എല്ലാം പുതിയ ഭക്ഷണങ്ങളല്ലേ വിളമ്പാറ്? നമ്മുടെ ഹോട്ടലിലാ പുതിയതാ? ഞാൻ വിശ്വസിച്ചതന്നെ. നമ്മുടെ ഹോട്ടലിൽ പുതിയത് വിളമ്പിക്കഴിഞ്ഞാൽ അച്ഛൻ ആ മാനേജറിനെ കൊല്ലുമല്ല. നമ്മുടെ ഹോട്ടലിലോട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ എടുക്കണത് വെട്ടിക്കൂട്ടായിട്ട് കളഞ്ഞ സംഭവത്തില്ലേ, ചെറിയ വിലക്ക്. അതോ ചേട്ടൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്. അയ്യോ, ഇവളെല്ലാം തോലക്കുന്നാണ് തോന്നണത്. ആ, ഓക്കെ ഓക്കെ. പിന്നമ്മേ, അവള് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തേക്ക്. നല്ല സ്നേഹത്തോടൊരു പെരുമാറ്, എന്നാലേ അവൾ നമ്മുടെ ഹോട്ടലിൽ റെഡി ചെയ്യാതിരിക്കുള്ളൂ. പിന്നെ ചേട്ടൻ്റെ കാര്യം പ്രത്യേകം പറയണേ അമ്മേ. ജോലിയിൽ നിന്നൊക്കെ ഇപ്പം എന്നാ കിട്ടാനാണ്? ആ കിട്ടണ കുപ്പി മേടിച്ച് അത് മറച്ച് വിറ്റിട്ടാണ് നമ്മൾ കഴിയണത്. അപ്പം പിന്നെ അളിയനായിട്ട് അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അളിയനെ എന്തായാലും റെഡി ചെയ്ത് പിടിക്കാൻ വരില്ല. അപ്പം അത് നല്ലതാണ്. അവളുടെ ഭർത്താവായിട്ട് കൂട്ടുകൂടാൻ ചേട്ടനോട് പറയണം. ഓ, തൊലഞ്ഞ്. ഇനിയിപ്പോൾ അവർ വേറെ ജാതിയാന്നൊക്കെ നോക്കേണ്ട ആവശ്യം എന്താണ്? ഇനിയിപ്പോൾ അമ്മക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ വേണമെങ്കിൽ വീടൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചും ചെയ്തേക്കാം. തീർന്ന് ഇവളങ്ങോട്ട് നെക്കി കൊന്നാലാ. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കണേ, അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഇങ്ങനെ കുന്തം വിഴുങ്ങി പോലെ ഇരിക്കണത്. ആ ഫോണം ഞങ്ങൾ എടുത്തിട്ട് അവളൊന്ന് വിളിച്ചേ വേം, എപ്പോൾ ഒരുന്നറിയാല. ഇനി എന്തിനാണ് വിളിക്കണത് മോളെ? അവര് ലൈവായിട്ട് ഇതൊക്കെ കേട്ടോണ്ടിരിക്കല്ലേ. ആ, നാത്തും വന്നാ? ഞാൻ കുറച്ചു നേരമായി നാത്തുനെ വന്നിട്ട്. ഞാൻ കണ്ടില്ല. ആ, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടല്ലേ എനിക്കെല്ലാം കേൾക്കാൻ പറ്റിയത്. എന്തൊക്കെയാണ് മോളെ കൊച്ചു പറഞ്ഞു കൂട്ടണത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമ്മേ, ഇവർ സ്നേഹം കൊണ്ടല്ല നമ്മളിങ്ങോട്ട് വിളിച്ചതെന്ന്. എനിക്കും ചേട്ടനും ജോലി കിട്ടിയെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത്. എനിക്കത് മനസ്സിലായി, അമ്മക്കത് മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ തള്ളിക്ക് കൊണ്ടുവന്ന് ഇങ്ങോട്ട്. ഇപ്പം ഇവരുടെ വായെന്ന് തന്നെ മനസ്സിലായല്ലോ ഇവരുടെ സ്നേഹം. അന്ന് നിങ്ങൾ വീട്ടിൽ വന്നിട്ടേ കൂടോത്രം വെച്ചിട്ട് പോയി എന്ന് മോള് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പം നിങ്ങളുടെ മരുമോള് തന്നെ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വാസമായി. അയ്യോ, പറ്റിച്ചേ, ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കണത് കണ്ടിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് അല്ലേ അമ്മേ?
എൻ്റെ നാത്തൂനെ അഭിനയം കൊള്ളാം, പക്ഷേ ഞാനിതൊന്നും വിശ്വസിക്കൂല. പിന്നെ അമ്മ അന്ന് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് അമ്മ എനിക്ക് ജോലി കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വിളിച്ചാണെന്ന്. അമ്മനെ കുറേ കാലയിൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് എനിക്ക് അമ്മനെ മനസ്സിലാവും. വാ മോളെ, ഇനി അധികം നേരം ഇവിടെ നിന്ന് സംസാരിക്കണ്ട, ബാ. അമ്മേ, ഞാനേ നമ്മുടെ ഹോട്ടലിൽ ഞാനായിട്ട് തന്നെ പൂട്ടിക്കാൻ പോണില്ല, അത് തന്നെ പൂട്ടിക്കോളും. അല്ല, എനിക്ക് പൂട്ടിക്കണമെങ്കിൽ വേണമെങ്കിൽ പൂട്ടിക്കാട്ടാ. പക്ഷെ അച്ഛനോട് പറഞ്ഞേക്ക് ഞാൻ ഒരു ചാൻസ് തരാമെന്ന്. നാളെ തുടങ്ങി നല്ല രീതിക്ക് ഫുഡ് എല്ലാവർക്കും കൊടുക്കാൻ പറ. ഇനി കൊടുത്തില്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ പൂട്ടിക്കൂട്ടാ. അയ്യോ, ഞാൻ ചേട്ടത്തിയോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചേട്ടൻ കുപ്പി മറച്ച് കൊടുക്കണ കാര്യേ ഞാൻ ചേട്ടനെ ഓർമ്മിപ്പിച്ചേക്കാം കേട്ടാ. മറന്നുപോയ ഇടക്കിടക്ക് ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ. എല്ലാം ഞാൻ ശരിയാക്കി തരേ. പോട്ടെ അമ്മേ, പോട്ടെ ഏട്ടത്തി. അമ്മേ, അവളിത് ശരിക്കും പറഞ്ഞായിരിക്കോ? അവളങ്ങനെ വായെ തോന്നിയൊന്നും സംസാരിക്കാറില്ല, ചെയ്യാൻ പോണതേ പറയാറുള്ളൂ. അതുകൊണ്ടേ അവനോട് ആ സൈഡ് ബിസിനസ് ഒന്ന് നിർത്തിക്കോളാൻ പറ. എന്നാലും എൻ്റെ സുലുമോളെ, അവരിവിടെ എത്തിയിട്ടുണ്ടെന്ന് എത്ര പ്രാവശ്യം ഞാൻ കണ്ണോണ്ട് നിനക്ക് കാണിച്ച്. സോറി അമ്മ, എനിക്കത് മനസ്സിലായില്ല. ഓ, നാണം കെടുത്തി. നന്നായി മോളെ, അവരോടെ ഇത്രയെങ്കിലും പറഞ്ഞു കൊടുക്കണമായിരുന്നു. അന്ന് കൂടോത്രം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പേ അന്ന് മോള് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഞാൻ വിശ്വസിച്ചില്ല. എനിക്ക് ഇതിനകത്തൊന്നും വിശ്വാസമില്ല. ഇപ്പം എനിക്ക് വിശ്വാസമായി, ഇവർ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. പിന്നെ വന്ന് കയറിയ മരുമോളും കണക്കാണല്ലോ. ഇനി എൻ്റെ സമയമാണെന്ന് തോന്നണമേ. അതുകൊണ്ടല്ലേ അവരുടെ വായിൽ നിന്ന് അവർക്കുള്ള കുഴിയെ തോണ്ടാനുള്ളത് തന്നെ എനിക്ക് കിട്ടിയത്. അവർക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് മോളെ അവരെ സ്നേഹിക്കണത്? മോക്ക് സ്നേഹിക്കാനും മോളെ സ്നേഹിക്കാനും ഈ അമ്മായിയമ്മയെ ഞാനുണ്ടല്ല. എനിക്ക് എന്താണാവോ ഇപ്പം ഒരു സൂപ്പർ പവറൊക്കെ കിട്ടിയ പോലെ. എല്ലാവരും മനസ്സിലുദ്ദേശിക്കണം എന്താണെന്ന് എനിക്കിപ്പം അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ മുഖത്ത് നോക്കിയാലും മനസ്സിലാവണ്ടേ. ഇതിവളെ എന്നെ ഉദ്ദേശിച്ചാണോ പറയണത്? അല്ലമ്മേ അല്ല, ഞാൻ പൊതുവേ ഇങ്ങോട്ട് പറഞ്ഞതാ. ഇനി എന്തായാലേ ആരുടെയും പറ്റിക്കൽ എൻ്റെ അടുത്ത് നടക്കൂലമ്മേ. പോവാ. ഇതെന്നെ തന്നെ കുത്തി പറയണ പോലെ എനിക്ക് തോന്നിയതാണെന്നാവോ? അതെ, തോന്നിയത് തന്നെയാണമ്മേ. വാ പോവാ. അപ്പിനി ഇവള് എന്തൊക്കെ തന്നെ ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞാലും വീഴില്ലെന്നർത്ഥം.